ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ASM-നും CPO-ക്കും വേണ്ടിയിട്ട് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സാം വരെ എന്ത് ചെയ്യാണ്? ഡെയിലി ക്ലാസ്സുകൾ കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ASM എക്സാമിനോ അല്ലെങ്കിൽ CPO എക്സാമിനോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏത് എക്സാമും ആയിക്കോട്ടെ, ഞാൻ ഒരു എക്സാം എന്ന് പറയുന്നില്ല, അതിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? 100% ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കൊണ്ടുപോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടിട്ട് 2021 മുതൽ PSC എന്തൊക്കെ ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു 2025 വരെ, അതേപോലെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ക്ലാസ്സുകളായാലും വർക്കൗട്ട് ചെയ്യും. നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒന്ന് GK, ഒന്ന് മലയാളം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആയിരിക്കും മലയാളം ഫുള്ളും, അതുപോലെ ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ കേട്ടോ. ഈ ടോപ്പിക്കുകളായിരിക്കും ASM ക്ലാസ് ഇതേപോലെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 പറഞ്ഞിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് അത് 100% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് കേട്ടോ. ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോകുക. ഓക്കെ, തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താഴെ ഒന്ന് വിലപ്പെട്ട കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം പറയണം. ഇങ്ങനെ മതി എങ്കിൽ അങ്ങനെ തന്നെ ക്ലാസ്സുകൾ പോകും കേട്ടോ. ഒരു ക്ലാസ്സിൽ പരമാവധി എത്രത്തോളം ഒരു ടോപ്പിക്കിനെ കുറിച്ച് പോയിന്റ് പറയുന്നുണ്ടോ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 2025 ഈ അടുത്ത കാലത്ത് നടന്ന 57/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എക്സാമിന്റെ നടന്ന ഒരു സുപ്രധാന നിയമങ്ങളിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാറ്റഗറിയിൽ നിന്ന് വരുന്നത്, ഫുൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫുൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ബയോളജിയിൽ എന്തൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കാം. അപ്പോഴേക്കും തന്നെ നമ്മൾ ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പരിചയപ്പെടും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ PSC എങ്ങനെ ചോദിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഗുണങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ, ഇപ്പൊ ചോദ്യം ഏതിൽ നിന്നാ വന്നത്? നമ്മുടെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? അതായത് നമ്മുടെ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനും അംഗങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അവരെ നിയമിക്കുന്നത് ആരാണ്? ഇവിടെ തന്നിട്ടുണ്ട്, ഗവർണറാണ് നിയമിക്കുന്നത് അല്ലേ? പക്ഷെ ആ വ്യക്തികളെയൊക്കെ ആക്കി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത് ആരെ ആക്കണം, ചെയർമാൻ ആരെ ആക്കണം, അംഗങ്ങൾ ആരൊക്കെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അവർ തീരുമാനിക്കുമെങ്കിലും അവിടെ നിയമനം നടത്തേണ്ടത് അല്ലേ ആരാണ്? അത് ഗവർണറാണ് നിയമനം നടത്തേണ്ടത്. ഓക്കെ ആണോ? അപ്പോ ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? നമുക്കിത് പഠിച്ചിട്ട് ആൻസർ ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകണം? ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ആര് വരും? നമ്മുടെ മുഖ്യമന്ത്രി വരും കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. മുഖ്യമന്ത്രി ആയിരിക്കും ആര്? ചെയർപേഴ്സൺ കേട്ടോ. മുഖ്യമന്ത്രി ആയിരിക്കും ചെയർപേഴ്സൺ. പിന്നെ ആര് വരും? പിന്നെ ആരാണ് വരിക? നിയമസഭാ സ്പീക്കർ കേട്ടോ. നിയമസഭാ സ്പീക്കർ വരും. പിന്നെ ആരാണ്? സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി വരും. പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വരും. നിയമപ്രതിപക്ഷ എന്നല്ല കേട്ടോ, നിയമസഭ പ്രതിപക്ഷ നേതാവ്. ഇവര് 4 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗങ്ങൾ ആയിട്ടുള്ളത്. പഠിച്ചു വെക്കണം. മുഖ്യമന്ത്രി ചെയർപേഴ്സൺ ആയിട്ടും നിയമസഭാ
സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തര മന്ത്രി ഇവർ അടങ്ങിയതാണ് സംസ്ഥാനത്ത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർപേഴ്സണെയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയിലുള്ളത്. അപ്പൊ ഇവിടെ പഠിച്ച ഇവിടെ ആൻസർ ഒന്ന് ടിക്ക് ചെയ്യേ. അംഗമല്ലാത്ത വ്യക്തി മുഖ്യമന്ത്രി ആണ് അല്ലെ, മുഖ്യമന്ത്രി വരും, പ്രതിപക്ഷ നേതാവ് വരും എന്ന് പറഞ്ഞു, നിയമസഭാ സ്പീക്കർ വരും പറഞ്ഞു അല്ലെ, മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, നിയമസഭാ സ്പീക്കർ വന്നിട്ടുണ്ട്, പിന്നെ ആരാണ് വന്നത്, പ്രതിപക്ഷ നേതാവും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിയമമന്ത്രി വരുമോ? ഇല്ല. അപ്പൊ ഈ ആൻസർ ഏത് വരും? ആൻസർ സി ആണ് അല്ലെ. അംഗം അല്ലാത്ത വ്യക്തി ഏതാണെന്നാണ് ചോദ്യം. നിയമമന്ത്രി വരില്ല അല്ലെ. അപ്പൊ മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തര മന്ത്രി ഇവരൊക്കെ അടങ്ങുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ വരുന്നത്. അപ്പൊ നമ്മളൊരു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പഠിക്കണം നിലവിൽ വന്നത് എപ്പോ എന്ന് പഠിക്കണം അല്ലെ. എപ്പോഴാണ് നിലവിൽ വന്നത്? 1998 ഡിസംബർ മാസം 11 എന്ത് ചെയ്തത്? സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെ. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. എത്രയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? 3 ആണ് അല്ലെ. ചെയർമാൻ ഉൾപ്പെടെയാണ് എന്ത് 3 അംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? നമ്മൾ പഠിച്ചു അല്ലെ. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. പക്ഷേ നീക്കം ചെയ്യേണ്ടത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യേണ്ടത് ആരാണ്? അവർ പ്രസിഡന്റിന് മാത്രമേ അതിന് അധികാരമുള്ളൂ കേട്ടോ. പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നത്. എങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ആണ് കേട്ടോ. ആരാണ്? സെക്രട്ടറി ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ എന്താണ് പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. എങ്കിൽ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാന്നറിയോ? ഇപ്പോഴത്തെ സെക്രട്ടറി സുചിത്ര കെ ആണ് കേട്ടോ. ആരാണ്? സുചിത്ര കേട്ടോ. സുചിത്ര കെ ആണ് ഇപ്പോ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആരാണ്? സുചിത്ര കെ ആണ്. എങ്കിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരാണ്? ആദ്യ ചെയർമാൻ ആരാണ്? പരീത് പിള്ളയാണ് അല്ലെ. പരീത് പിള്ള ഓക്കെ ആണോ? ആദ്യത്തെ കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞു 3 അംഗങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ആ 3 അംഗങ്ങളിൽ ആദ്യം ആരൊക്കെയായിരുന്നു? ഒന്ന് പരീത് പിള്ള ചെയർമാൻ ആയിരുന്നു. അന്ന സമയത്ത് അംഗങ്ങള് ഒന്ന് എസ് ബലരാമനും. ആരാണ്? എസ് ബലരാമൻ. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ 98 ഡിസംബർ 11 വരുമ്പോഴാണ് എസ് ബലരാമനും ടി കെ വിൽസണുമായിരുന്നു അംഗങ്ങൾ കേട്ടോ. ടി കെ വിൽസൺ ട്ടോ. ആ ചെയർമാൻ പരീത് പിള്ള, അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ബലരാമനും ടി കെ വിൽസണും ട്ടോ. ടി കെ വിൽസണുമായിരുന്നു. എങ്കിൽ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് അല്ലെ. ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോ കറണ്ട് അഫയറിൽ പഠിക്കേണ്ടത് കേട്ടോ. അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ. എങ്കിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ 2 അംഗങ്ങൾ ആരൊക്കെയാണ്? 2 അംഗങ്ങൾ? ഒന്ന് വി ഗീത ട്ടോ. ഒന്ന് വി ഗീതയും അതേപോലെ കെ ബൈജുനാഥും ട്ടോ. കെ ബൈജുനാഥ്. ഫസ്റ്റത്തെ ആരായിരുന്നു ചെയർമാൻ? പരീത് പിള്ളയായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? പരീത് പിള്ളയായിരുന്നു. ബലരാമനും ടി കെ വിൽസണുമായിരുന്നു അംഗങ്ങൾ. പക്ഷേ ഇപ്പൊ കറണ്ട് അഫയറിൽ പഠിക്കേണ്ടത് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അതിലെ 2 അംഗങ്ങളാണ് വി ഗീതയും ബൈജുനാഥും. പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഇപ്പൊ ആരാണ്? സുചിത്ര കെ ആണ് ട്ടോ. ആരാണ്? സുചിത്ര കെ ആണ്. മറക്കരുത് മക്കളെ. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. 98 ഡിസംബർ 11 നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 3 അംഗങ്ങളാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. നിയമനം നടത്തുന്നതും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഒക്കെ ഗവർണർക്കാണ്. എങ്കിൽ നീക്കം ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പിന്നെയോ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ആണ്. ഇപ്പോഴത്തെ സെക്രട്ടറി സുചിത്ര കെ ആണ്. ആദ്യത്തെ ചെയർമാൻ പരീത് പിള്ളയാണ്. അന്ന് 2 അംഗങ്ങൾ ബലരാമനും ടി കെ വിൽസണുമായിരുന്നു. ഇപ്പൊ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അതിലെ 2 അംഗങ്ങളാണ് വി ഗീതയും ബൈജുനാഥും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം
നമ്മുടെ 2021 മുതൽ 2025 വരെ ഇതിൽ നിന്നും PSC എന്തൊക്കെ ചോദിച്ചു എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അതായത് എത്രയാണ് കാലാവധി, അവിടെ കാലാവധി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. 3 വർഷം കേട്ടോ. 3 വർഷം കാലയളവ്. 3 വർഷം അല്ലെങ്കിൽ എത്രയാണ്? 70 വയസ്സ് അല്ലെ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. പുനർനിയമനത്തിന് യോഗ്യത ഉണ്ടോ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ടോ? കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഇവരെ പുനർനിയമിക്കാൻ അർഹതയുണ്ടോ? അർഹതയുണ്ടോ? അർഹത ഉണ്ട് കേട്ടോ. ഇവർക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ട്. ഓക്കെ ആണോ? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 22/24 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 22/24 ചോദ്യമാണ്. കാലാവധി എത്ര എന്ന്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതേപോലെ പുനർനിയമനത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചു. പുനർനിയമനത്തിന് അർഹതയുണ്ട്. അതുപോലെ 133/24 ഇതിൽ നിന്നുള്ള ചോദ്യം ഞാൻ പറഞ്ഞു തരാം. മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. അന്ന് അത് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇപ്പൊ കറണ്ട് അഫെയർ നമുക്ക് ഇത് പഠിച്ചു പോകാം. അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ ആണോ? പിന്നെ 3 വർഷം 70 വയസ്സ്, 3 അംഗങ്ങൾ, ഇതൊന്നും മറക്കാൻ പാടില്ല കേട്ടോ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്ര എന്ന് ചോദിച്ചു. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്ര എന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചു. 68/22 ചോദ്യമാണ്. അംഗസംഖ്യ എത്രയാണ്? അതില് ഒരു ചെയർപേഴ്സൺ അല്ലെ, ഒരു ചെയർപേഴ്സൺ പ്ലസ് 2 അംഗങ്ങൾ അല്ലെ, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങൾ. അപ്പൊ എത്ര പേരായി? 3 പേരായി അല്ലെ. അപ്പൊ കാലാവധിയും 3 തന്നെ പഠിക്കാം, അംഗസംഖ്യയും 3 തന്നെ പഠിക്കാം അല്ലെ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് അല്ലെ. ഇവിടെ എത്രയാണ്? 3 അംഗങ്ങളാണ്. അത് പഠിച്ചല്ലോ, ഇനി മറക്കില്ലല്ലോ. ഓക്കെ, നീക്കം ചെയ്യുന്നത് ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നീക്കം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അത് മറക്കരുത്. ഇനി 3 വർഷം 70 വയസ്സ് കാലാവധി പഠിക്കണം. നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പിന്നെ എന്താ? പുനർനിയമനത്തിന് അർഹതയുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു പുസ്തകം ചോദിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും. മനുഷ്യത്വരഹിത തെറ്റുകളും. ഇത് ആരുടേതാണ്? ഈ പുസ്തകം ആരുടേതാണ്? ഇത് ആരുടെ ബുക്കാണ്? മനുഷ്യ അവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും. ഇത് ആരുടെ ബുക്കാണ്? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 47/23 ആണ്. ആരുടെ ബുക്കാണെന്ന് അറിയോ? BR കൃഷ്ണയ്യരുടേതാണ് കേട്ടോ. BR കൃഷ്ണയ്യരുടെ ബുക്കാണ് കേട്ടോ. BR കൃഷ്ണയ്യർ. കണ്ടോ, നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു എന്നും പരിചയപ്പെട്ടു. പിന്നെ എന്ത് പഠിച്ചു? ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മളൊരു 3-4 ടോപ്പിക് സുപ്രധാന നിയമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കൊക്കെ അവിടെ പെട്ടെന്ന് കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പൊ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് വന്ന ചോദ്യം നോക്കൂ. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതാണ്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്, ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്, ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുന്നതിനും ഹാജരാക്കുന്നതിനും ആവശ്യപ്പെടുന്നത്, ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഏത് വരും അധികാരത്തിൽ വരാത്തത്? ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം, പോസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുണ്ടോ എന്ന് നന്നായിട്ട് പരിശീലിക്കണം കേട്ടോ. പരിശീലിച്ചാൽ മാത്രമേ എക്സാം ഹാളിൽ പോയിട്ട് നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ് ആൻസർ വരിക? ഇതാണ് കേട്ടോ. അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ കോടതിക്ക് തന്നെയാണ് കേട്ടോ. അറസ്റ്റ് ഓർഡറും അറസ്റ്റ് ചെയ്യാനുള്ള ഒക്കെ അധികാരം ആർക്ക് തന്നെയാണ്? അത് കോടതിക്കാണ്. മജിസ്ട്രേറ്റിന് മാത്രമേ ഇവിടെ അധികാരം വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ അധികാരങ്ങളാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഒന്നാമത്തെ പഠിച്ചു വെക്കൂ. ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്, ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെടാം അല്ലേ? ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടാം. രേഖകളും ഹാജരാക്കാനും പ്രമാണം കണ്ടെത്താനും ഇതൊക്കെ അവർക്ക് പറ്റും. പക്ഷെ ഒരിക്കലും അറസ്റ്റ് ഉള്ള പരിപാടിയൊന്നും അവിടെ നടക്കില്ല. അത് ആർക്ക് തന്നെയാണ്? മജിസ്ട്രേറ്റിന് തന്നെയാണ്, കോടതിക്ക് തന്നെയാണ് അതിന്റെ അധികാരങ്ങൾ വരുന്നത്. ഓക്കെ, അതേ എക്സാമിൽ തന്നെ വന്ന ചോദ്യമാണ്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ആരായിരിക്കും ഇതില്? അപ്പൊ എപ്പോഴും ഇതിൽ ഒരു സെന്റൻസ് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ അവിടെ സുപ്രീം കോടതിയിലേക്കുള്ള ഹൈക്കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ഒന്നും ഏതിൽ വരില്ല? സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷനിലായിട്ട് അവിടെ നിയമിക്കപ്പെടുന്നതിലോ അല്ലെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളും ഇവിടെ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ആൻസർ വരും അംഗങ്ങളിൽ പെടാത്തത് ആരെന്നുള്ള ചോദ്യം. ഇതാണ് ആൻസർ. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു. അതൊക്കെ എവിടെ വരുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജിയും ഒക്കെ വരുന്നത് എവിടെയാണ്? ദേശീയ തലത്തിലാണ്. പക്ഷെ സംസ്ഥാന തലത്തില് ആരൊക്കെ വരാം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, അതുപോലെ ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി, നമ്മൾ ചെയർപേഴ്സൺ ആകുന്ന വ്യക്തിയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ കമ്മീഷൻ അംഗങ്ങൾ, ചെയർപേഴ്സൺ 2 അംഗങ്ങളും എന്ന് പറഞ്ഞില്ലേ നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ? അവർ ആരൊക്കെ ആകാം എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്കാകാം, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുന്നതോ കണ്ടോ, ആയിരുന്നതോ ഇപ്പോ ഡ്യൂട്ടിയിൽ ഉണ്ടാകാം, അവർക്കും ആകാം. അല്ലെങ്കിൽ അതാ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ അല്ല റിട്ടയർമെന്റ് ചെയ്തവർക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല. ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുന്നതോ ഇപ്പൊ ആയിരിക്കാം ആയ വ്യക്തി കുറഞ്ഞത് ഈ ഒരു നമ്പർ ആലോചിക്കണേ. കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി. എത്ര വർഷമാണ്? 7 ആണ്, മറക്കരുത്. ഓക്കെ. അപ്പൊ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്ക് അംഗങ്ങൾ 3 അംഗങ്ങളില് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്കാകാം, ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുന്നതോ ആയ വ്യക്തിയാകാം, കുറഞ്ഞത് 7 വർഷമെങ്കിലും ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തിക്കോ ഒരു ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തിക്കോ ഒക്കെ എന്താകാം? മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളിൽ ഉൾപ്പെടാം. അടുത്ത നോക്കുക. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മനുഷ്യാവകാശ എതിരെ നടന്നു, ഒരു മനുഷ്യാവകാശ പരാതി തരുന്ന സമയത്ത് മനുഷ്യാവകാശ കമ്മീഷനിൽ അതിനുള്ള മേൽ നടപടിക്രമങ്ങളും അതിൽ ഇടപെടാനും ഒക്കെ അധികാരം ഏത് വർഷം വരെ മാത്രമുള്ള കേസുകളിലാണ്? ഏത് വർഷം വരെയാണ്? 1 വർഷം വരെയാണ് കേട്ടോ. എന്താണ്? 1 വർഷം വരെ ഉള്ളതിൽ മാത്രമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ ഇടപെടാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതിലൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യാൻ പാടില്ല? അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. നമ്മളൊക്കെ വേഗം എക്സാമുകളിൽ 2 വർഷം ഇരിക്കും, 2 വർഷമൊക്കെ കൊടുക്കുമ്പോൾ വേഗം എഴുതില്ലേ? എന്താണ്? 1 വർഷമാണ് കേട്ടോ. 1 വർഷത്തിനുള്ളിലുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷമുള്ള ഒരു കാര്യത്തിലും എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് നോക്കൂ. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം? അപ്പൊ സെക്ഷൻ 27 ആണ് എന്തു പറയുന്നത്? ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് വേണ്ടിയിട്ട് എങ്ങനത്തെ പോലീസ്, ഏത് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഏത് ഗ്രേഡ് ഉള്ള ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം നിയോഗിക്കേണ്ടത് എന്നാണ്? ഏതാണ്? IG ആണ് കേട്ടോ. IG ആണ്. സെക്ഷൻ ഏതാണ്? 27 ആണ് കേട്ടോ. സെക്ഷൻ 27 ആണ്. IG റാങ്കിലായിരിക്കണം കേട്ടോ. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെ ആയിരിക്കണം സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഈ 2 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചു വെച്ചോ കേട്ടോ. കാരണം ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിലെ ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ സുപ്രധാന നിയമങ്ങളിൽ നിന്ന് ഫുള്ളും തരണ്ടേ. ഓക്കെ. ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. IG റാങ്കിലായിരിക്കണം കേട്ടോ. രണ്ടിലും വരും. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ കേട്ടോ. സെക്ഷൻ 27 മറക്കരുത്. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസർ ആയിരിക്കണം. അതുപോലെ എത്ര വർഷം മുതലുള്ള കാലാവധി കഴിഞ്ഞ ശേഷം ഉള്ള കേസുകളൊന്നും എടുക്കാൻ പാടില്ല. 1 വർഷം കഴിഞ്ഞിട്ടുള്ളതൊന്നും ആരെടുക്കാൻ പാടില്ല? മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കാൻ പാടില്ല. അടുത്ത നോക്കൂ. അടുത്ത നമ്മൾ അങ്ങനെ വിവരാവകാശ കമ്മീഷനിൽ നിന്നും എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും
സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഇപ്പൊ ജീവനും സ്വാതന്ത്ര്യത്തിനും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ആ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് മറുപടി ലഭിക്കേണ്ടത് എപ്പോഴാണ്? 48 മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? മറുപടി നൽകിയിരിക്കണം കേട്ടോ. ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലാണ് 48 മണിക്കൂറിനുള്ളിൽ തന്നെ അപേക്ഷ ലഭിച്ച സമയത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. അടുത്തത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിലീഷൻ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. നമുക്കിത് പഠിച്ചു വരാം കേട്ടോ. നമുക്കിത് പഠിച്ചു വരാം. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് ഉറപ്പുവരുത്തുന്നത്? ചെയ്യൂ. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് ഉറപ്പുവരുത്തുന്നത്? ഏതാണ്? 19 അല്ലേ? ഏതാണ്? അനുച്ഛേദം 19 ആണ് അല്ലേ? 22 ഏതാ വരുന്നത്? കരുതൽ തടങ്കലാണ് അല്ലേ? 20 കരുതൽ തടങ്കലിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഇത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ് ഏത് പറയുന്നത്? 21 പറയുന്നത്. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യം. ഓക്കെ, 19 ആണ് കേട്ടോ. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ അല്ലെ വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതും ആകുന്നു? എത്രയാണ്? 250 മുതൽ ഏത് വരെ ആകാം? അതേ സംഖ്യ തന്നെ അല്ലേ? 25,000 വരെ. അതേ നമ്പർ തന്നെ ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു 0 അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി, 2 0 അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തണം. അപ്പൊ ഓരോ ദിവസം 1 ഡേ അല്ലേ? അതിനുള്ള പിഴ എത്രയാണ്? 250. എത്ര വരെ ആകാം? 25,000 വരെ ആകാം. ഓക്കെ, 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? 25,000 രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8. എപ്പോഴും ചോദ്യതാണ്, എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതാണ്? ഏതാണ്? ഇതിൽ നിന്നും വിവരം നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റു ഹാനികരമായിട്ട് ബാധിക്കുന്നതാ. നമ്മുടെ ഭാരതത്തിന്റെ സേഫ്റ്റിയെ മറികടന്നുകൊണ്ട് നമുക്ക് വിവരാവകാശ നിയമം ലഭിക്കുമോ? ലഭിക്കില്ല അല്ലെ? ഇത് കിട്ടില്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം കിട്ടുമോ? നമുക്ക് കിട്ടില്ല. അതൊന്നും ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ സെക്ഷൻ 8 വരുന്നത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 8. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്രിമിനൽ കുറ്റത്തിന്, അതിനെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ എന്തെങ്കിലും അവിടെ ഒരു വിവരം ഉണ്ടെങ്കിൽ അത് പുറത്ത് നമുക്ക് വേണം പറഞ്ഞാൽ തരുമോ? തരില്ല. അത് നമുക്ക് തരില്ല. അപ്പോ ഒഴിവാക്കല് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. 1, 2, 3 പക്ഷെ നമുക്ക് ഈ വിവരം നമുക്ക് ലഭ്യമാകും കേട്ടോ. മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും, മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകും. പക്ഷെ ലഭ്യമാകാത്തതാണ് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഭാരതത്തിന്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷിതത്വം മറ്റും ഹാനികരമായി ബാധിക്കുന്നതൊന്നും നമുക്ക് ലഭ്യമാക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ. സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 ഉറപ്പിക്കണം. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 8 എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും എന്താണ് വിവരാവകാശ നിയമപ്രകാരം വഴി ലഭ്യമാകില്ല എന്നത് കേട്ടോ. ഇതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനോ നിങ്ങളോ ഈ കാര്യങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഏതൊക്കെയാണെന്ന്? ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും, അതുപോലെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്ത്രപ്രാധാന്യമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ളതും ഒക്കെ സാമ്പത്തികമായിട്ടും വിദേശ രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ ഹാനികരമായിട്ട് ബാധിക്കുന്ന അല്ലെ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് വിവരമായിട്ട് ലഭിക്കില്ല. അതുപോലെ വ്യക്തിഗത വിവരങ്ങൾ, ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ്, എൻ്റെ വ്യക്തിപരമാണ്, എൻ്റെ പേഴ്സണൽ
പേഴ്സണൽ ആണ്. അത് നിങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് വിവരാവകാശ നിയമപ്രകാരം കേസ് കൊടുത്താൽ തരുമോ? തരില്ല. ഇനിയിപ്പോ നിങ്ങളുടെ ഒരാളുടെ കാര്യം ചോദിക്കുകയാണ്, എനിക്ക് അറിയണം പറഞ്ഞ് നടക്കുമോ? നടക്കില്ല അല്ലെ, വിവരം കിട്ടില്ല. പിന്നെ മന്ത്രിസഭയിലും അതുപോലെ സെക്രട്ടറിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ചർച്ചകളുടെ രേഖകൾ, ഇപ്പൊ മന്ത്രിസഭ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി, ക്യാബിനറ്റ് രേഖകളെ അവർ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ആ വിവരം എന്താണ് അവർ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ തരുമോ? തരില്ല അല്ലേ, കിട്ടോ? കിട്ടില്ല. പിന്നെ അറസ്റ്റ് പ്രോസിക്യൂഷൻ നടപടി തടസ്സപ്പെടുത്തുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണം, ആ അറസ്റ്റിനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിടുമോ? വിടില്ല. അറസ്റ്റ് പ്രോസിക്യൂഷൻ നടപടി തടസ്സപ്പെടുന്ന വിവരങ്ങൾ തരില്ല. ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്നവ തരില്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ നമുക്ക് വിവരാവകാശം വഴി ലഭിക്കില്ല. വ്യാപാര രഹസ്യങ്ങളും സ്വത്ത് വാണിജ്യം അതുപോലെ വിശ്വാസ്യത ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും വ്യാപാര വാണിജ്യ വ്യവസായത്തിലുള്ള രഹസ്യ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. പാർലമെന്റിലും അതുപോലെ സംസ്ഥാന നിയമസഭകളിലൊക്കെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ കോടതി, ട്രൈബ്യൂണല് ഇവയൊക്കെ പ്രസിദ്ധീകരിക്കാൻ, അതായത് ഇന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് ഒരു ഓർഡർ ഇട്ടുണ്ടാവും കോടതിയോ ട്രൈബ്യൂണലുകളൊക്കെ. അതൊന്നും ആ പ്രസിദ്ധീകരിക്കാത്തത് എന്താണ്, പുറത്തറിയുമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ പേഴ്സണൽ വിവരം വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്ഷൻ 8 പ്രകാരം വിവരം ലഭിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനമായിട്ട് അറിയിക്കേണ്ടത് എന്താണ്? 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം CIC ഭവൻ ആണ് അല്ലെ. CIC ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. CIC ഭവൻ ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ, ആദ്യമായ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ. എങ്കിൽ നിലവിൽ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. നിലവിൽ ആരാണ്? കറണ്ട് അഫെയർ പഠിച്ചു വെക്കേണ്ടതാണ്. ഹീരാലാൽ സാമരിയാണ്. ആരാണ്? ഹീരാലാൽ സാമരിയ. എത്ര അംഗങ്ങളാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഉള്ളത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് ആരാ? ഹീരാലാൽ സാമരിയ എന്ന് പറഞ്ഞു. എങ്കിൽ അതിലെ മറ്റ് 2 അംഗങ്ങൾ ഇപ്പൊ ആരൊക്കെയാണ്? ഇപ്പൊ മറ്റ് 2 അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ആനന്ദി രാമലിംഗം ട്ടോ. ഇപ്പൊ ആരാണ്? ഒന്ന് ആനന്ദി രാമലിംഗം. പിന്നെ വന്നത് വിനോദ് കുമാർ തിവാരി ട്ടോ. വിനോദ് കുമാർ തിവാരി. ഇവരാണ് ഇപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. ആരാണ് നിയമിക്കുന്നത്? നിയമനവും അതുപോലെ നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ. ഇനി വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്താണ്? പ്രസിഡന്റ് നിയമിച്ചു എന്ന് കേന്ദ്ര ഗവൺമെന്റിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നത്, പ്രസിഡന്റിന് കൊടുക്കാതെ? കാരണം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അല്ലെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ളതാണ് അല്ലെ. 2005 വിവരാവകാശ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതാണ് അല്ലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ? ആണോ? അല്ല അല്ലെ. കാരണം എന്താണ്? 2005 ഒരു നിയമം കൊണ്ടുവന്നിട്ട് അതുമൂലം രൂപം കൊണ്ടതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നിയമം മൂലം രൂപം കൊണ്ടത് സ്ഥാപനങ്ങളൊക്കെ
ഒക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മീഷനാണെങ്കിൽ, ദേശീയ തലത്തിലുള്ള കമ്മീഷൻ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനും, സംസ്ഥാന തലത്തിലുള്ള കമ്മീഷനേഴ്സ് ആണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിനുമായിരിക്കും. പക്ഷേ ഒരു ആർട്ടിക്കിൾ മുഖേന രൂപം കൊണ്ട സ്ഥാപനങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അതാത് കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റിനും, സംസ്ഥാനത്താണെങ്കിൽ ഗവർണർക്കുമായിരിക്കും കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്രത്തിൽ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോ ഗവർണർക്കും കൊടുക്കും കേട്ടോ. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് കേട്ടോ. ഇനി ഈ കമ്മീഷൻ നമ്മൾ പറഞ്ഞ 3 അംഗങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവര് 3 അംഗങ്ങളുണ്ട്. ഈ 3 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലെ? കേന്ദ്ര ഗവൺമെന്റ് ആണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കമ്മിറ്റിയിൽ ഈ 3 പേരെ ഇപ്പൊ തെരഞ്ഞെടുത്തു. ഹീരാലാൽ സാമരിയെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടും അതിൽ മറ്റു 2 അംഗങ്ങളായിട്ട് ആനന്ദി രാമലിംഗവും വിനോദ് കുമാർ തിവാരിയെ തെരഞ്ഞെടുത്തു. അപ്പൊ ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുണ്ടാകുക? ഒന്ന് പ്രധാനമന്ത്രി കേട്ടോ. ഒന്ന് പ്രധാനമന്ത്രി ആയിരിക്കും അധ്യക്ഷൻ. ഒന്ന് പ്രധാനമന്ത്രി, അദ്ദേഹം ആരായിരിക്കും? അധ്യക്ഷനായിരിക്കും കേട്ടോ. പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും. പിന്നെ ആരുണ്ടാകും അതില്? രണ്ടാമത്തെ കമ്മിറ്റിയിൽ രണ്ടാമത്തെ അംഗം ആരായിരിക്കും? ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. ആരാണ്? ലോകസഭ പ്രതിപക്ഷ നേതാവ്. പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കേട്ടോ. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന എന്നുള്ളത് അവിടെ വരണം, ക്യാബിനറ്റ് മന്ത്രി. അപ്പൊ ഈ 3 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്രത്തില് വിവരാവകാശ കമ്മീഷനില് എന്ത് ചെയ്യുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. അത് സംസ്ഥാന തലത്തിൽ വരുന്ന സമയത്ത് ഈ പ്രധാനമന്ത്രി എന്നുള്ളത് ആരാകും? നമ്മുടെ മുഖ്യമന്ത്രിയാകും. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രിയാകും. ലോകസഭ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നാകും. ഇനി ഇവിടെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും ഉണ്ടാകും. അത്രയാണ് സംസ്ഥാനത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതേപോലെ ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ 57/25 ഈ ചോദ്യങ്ങൾ മുഴുവൻ നമ്മളിപ്പോ പരിചയപ്പെട്ടു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ഇനിയിപ്പോ ഇതേപോലെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ പോയിന്റുകൾ, ഈ പോയിന്റുകളായിരിക്കില്ല പറയുക. ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും വേറെ എന്തൊക്കെ 2021 മുതൽ 2025 വരെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിന്നൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിൽ ഉൾപ്പെടുത്തിയിട്ട് വരും കേട്ടോ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ നിലവിൽ വന്നു ഇതിൽ ആരാണ്, ഇതിൽ ചെയർമാൻ ആരാണ്, ഇത് മാത്രമായിരിക്കില്ല പോവുക. എപ്പോഴും ഞാൻ പറയുന്നു 2021 മുതൽ 2025 വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാം. ഇതേപോലെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ GK എടുത്തപ്പോൾ GK ആയിരിക്കും, ചിലപ്പോൾ നാളെ ഇംഗ്ലീഷ് ആയിരിക്കും, മറ്റൊന്ന് അതിന്റെ ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് വരും, അതിൽ നിന്നുള്ള കെമിസ്ട്രിയിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ അരച്ചങ്ങോട്ട് കലക്കി കുടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാമിന് പോകും. ഓക്കെ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്നായിട്ട് പഠിച്ച് മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, ബൈ.